ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എവിടെ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുരിശുമൂട് കണ്ടപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായി കാണും അല്ലേ? അതെ, അത് തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരുള്ള യാക്കോബൈറ്റ് സുറിയാനി തീർത്ഥാടന കേന്ദ്രം മഞ്ഞിനിക്കര ദയറ. അവിടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ അവിടുത്തെ പെരുന്നാളിൻ്റെ സമയമായിരുന്നു കേട്ടോ. പെരുന്നാളെല്ലാം കഴിഞ്ഞു. നമ്മുടെ പണിമുടക്കിൻ്റെ സമയത്തായിരുന്നു പെരുന്നാൾ നടന്നത്. അന്നേരം നമുക്ക് വരാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റിയത്. എന്തോ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പം ആളും ആരവും ഒഴിഞ്ഞതുപോലെയാണ് അവിടെ. മൊത്തം തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. നമുക്കെന്തെങ്കിലും കുഞ്ഞിനെയും കൊണ്ടൊന്നും വരാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയല്ലോ. പള്ളിക്കകത്തൊക്കെ കയറാൻ പറ്റിയ കേട്ടോ. ഇപ്പം ആളൊന്നുമില്ല. എന്തോ പള്ളിയിൽ കയറിയപ്പോൾ ഒത്തിരി വിഷമം തോന്നി. നമ്മുടെ വീട്ടിൽ ഒത്തിരി നാളിന് ശേഷം നമ്മുടെ സ്വന്തം വീട്ടിൽ തിരിച്ചു പോകുമ്പം നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാകത്തില്ലേ? അതേപോലെ തന്നെ പള്ളി വന്നപ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ അവിടൊക്കെ ഒന്ന് ചുറ്റിക്കാണാതെ പോകാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ ആ മെഴുകുതിരി വാങ്ങിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. താഴെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി കുഞ്ഞിനൊരു കൊന്തമാലയും മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് പിന്നെ കുറേ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി ഞങ്ങൾ തിരികെ പള്ളിയിലേക്ക് പോയി. അല്ലെങ്കിലും പള്ളിപ്പെരുന്നാളെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. അത് തന്നെ. കാരണം പള്ളിപ്പെരുന്നാളൊക്കെ ആകുമ്പോഴേ ഒത്തിരി പേര് വരുമല്ലോ. നമ്മുടെ പള്ളിയിലുള്ളവർ തന്നെയല്ല, പുറത്തുനിന്നും വരും. നമുക്കപ്പോൾ പ്രാർത്ഥിക്കാം. പിന്നെന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കാം. അതൊരു മനസ്സുഖം. ദൈവികമൊരിടത്ത്, വായി നോട്ടമൊരിടത്ത്. പിന്നെ കൊണ്ടുപോകുന്നവരുടെ കയ്യിലെ പൈസ കാലിയാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ തന്നെ കൊച്ചൊരു സൈഡിൽ നിന്ന് അമ്മയെ വലി തുടങ്ങി. അതായത് അമ്മയെന്ന് പറയുന്ന എന്നെ തന്നെ. അവൾക്ക് എന്തൊക്കെയോ വേണമെന്ന് കയറി വരുന്നപ്പോഴേ കുറേ കടകളൊക്കെ കണ്ടു. അവൾ അതിനു വേണ്ടി കഴിഞ്ഞ ചട്ടം കൂട്ടുന്നത്. അവൾക്ക് വളയും മാലയും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ദേന്ദ്ര അടിപൊളി ഐറ്റം പിടിക്കുന്നു. ഇതിലിപ്പോൾ ഏത് വേണമെന്നാ എൻ്റെ കൺഫ്യൂഷൻ. ഒരു സൈഡിൽ നിന്ന് ഒരാളെന്നെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ കൈപ്പടിയിൽ ഒതുക്കി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.